പുതുയുഗയാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയിൽ ഷാഫി പറമ്പിലിന്റെ പ്രസംഗം ഒഴിവാക്കിയതിൽ തർക്കങ്ങളില്ല എന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ പ്രതിപക്ഷ നേതാവ്. ജാഥ വൈകിയപ്പോൾ ഷാഫി ഇടപെട്ടാണ് പ്രസംഗം ഒഴിവാക്കിയത് എന്നും വി.ഡി. സതീശന്റെ വിശദീകരണം. എന്നാൽ വടകര എം.പി എന്ന നിലയിൽ പ്രസംഗം ഒഴിവാക്കിയതിൽ ഷാഫിക്ക് അതൃപ്തിയുണ്ട് എന്നായിരുന്നു സൂചന. കോഴിക്കോട് എം.പി എം.കെ. രാഘവനും കുറ്റ്യാടി മുൻ എം.എൽ.എ. പാറക്കൽ അബ്ദുള്ളയും വേദിയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ വടകര എം.പി ആയിരുന്നിട്ടും ഷാഫിയെ ഉൾപ്പെടുത്തിയില്ല. ജാഥ ക്യാപ്റ്റൻ എത്തിയപ്പോൾ സമയക്കുറവ് മൂലം ഷാഫി സ്വയം ഒഴിവായി എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. വിട്ട സമയത്ത് നിന്നും വൈകിയെത്തുമ്പോൾ അത് ജാഥയാവട്ടെ കൺവെൻഷനോട് യോഗമാട്ടെ സംഘാടകർ ഒരുമിച്ച് ചില തീരുമാനങ്ങളും ഭേദപ്പെടുത്തും. ഷാഫിയെ പ്രസംഗിക്കാൻ നിർബന്ധിച്ച DCC സെക്രട്ടറിയെ സ്നേഹപൂർവ്വം തടയുകയായിരുന്നുവെന്നും മുല്ലപ്പള്ളി വേദിയിൽ വീണുവെന്നതെല്ലാം നുണപ്രചരണമാണെന്നും ജാഥ ക്യാപ്റ്റന്റെ മറുപടി. ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? വി.ഡി. സതീശനെ പ്രസംഗിക്കാൻ ക്ഷണിച്ച ശേഷം അബദ്ധം മനസ്സിലാക്കിയ അധ്യക്ഷൻ ഷാഫിയെ ക്ഷണിക്കാൻ വീണ്ടും ശ്രമിക്കുമ്പോഴാണ് പിടിവലിയുണ്ടാകുന്നത്. പിന്നീട് വി.ഡി. സതീശൻ തന്നെ ഷാഫിയെ സംസാരിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. വേദിയിലെ ഉന്തും തള്ളും സദസ്സിലും മുറുമുറുപ്പുണ്ടാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്.